أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أماته فأقبره ثم إذا شاء أنشره. സ്നേഹധരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണബദ്ധമായി ജീവിതം നയിക്കുന്ന, അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വിജയികളായി വിട പറഞ്ഞു പോകുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആധുനിക കാലഘട്ടത്തിലെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മെ ബാധിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ്, പ്രയാസമാണ് അശ്രദ്ധ എന്ന് പറയുന്നത്. എല്ലാ രംഗത്തും ഒരു വേള നമ്മളിൽ പല ആളുകളെയും വാഴുന്ന ഒരു വലിയ മഹാവിപത്താണ് ഗഫ്ലത്ത്, അശ്രദ്ധ എന്ന് പറയുന്നത്. അതിലൂടെ സംഭവിക്കുന്നത് വലിയ നഷ്ടമാണ്. ധാർമ്മിക ജീവിതം നയിക്കാൻ പഠിപ്പിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് വിദൂരതകളിലേക്ക് അകന്നു പോകുന്നൊരവസ്ഥയാണ് അശ്രദ്ധവാണാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം ദുനിയാവ്, ഭൗതിക ജീവിതം, അതിൻ്റെ ആസക്തിയിൽ അഭിരമിച്ച് ഒരു വേള വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഖബറുകൾ മറന്ന്, പരലോകം മറന്ന് ജീവിക്കുന്നൊരവസ്ഥ ഇന്ന് നമ്മിൽ ഉണ്ട്. മനസ്സുകളൊക്കെ കടുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ റോഡുകളിൽ ആക്സിഡന്റായി ബ്ലഡ് ഒലിച്ച് കിടക്കുന്ന ഒരാളെ പരിശോധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, അതിന് സാക്ഷിയാകുന്ന സ്ഥലത്ത് നമ്മളുണ്ടെങ്കിൽ പോലും, ഒരു പുനർവിചിന്തനത്തിന് നമ്മുടെ മനസ്സുകൾ തയ്യാറാകാത്ത ഒരു കാലം. ഒരു വേള 6 അടി മണ്ണിലേക്ക് മയ്യത്തുകളെ ഇറക്കി വെച്ചവരാകാം. ഒരു വേള 6 കാലുള്ള മയ്യത്ത് കട്ടിലിൽ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുന്നവരിൽ ഒരാളാകാം. അങ്ങനെ പല പല രംഗങ്ങൾക്കും സാക്ഷിയായ നമ്മളിൽ പലരും അല്ലാഹുവിന്റെ പരലോകത്തെ കുറിച്ചുള്ള ബോധം മനസ്സിലേക്ക് കടന്നു വരാത്ത ഒരു അശ്രദ്ധയുടെ കാലം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയാൽ ഖുസ്റാനുൽ മുബീൻ എന്ന് ഖുർആൻ പരാമർശിച്ച വ്യക്തമായ നഷ്ടക്കാരിലായിരിക്കും നമ്മൾ പെടുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു ഭൗതികാസക്തിയിൽ നിന്നും അതുപോലെ തന്നെ ഗഫലത്തിൽ നിന്നും അശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്തുണ്ട് വഴി എന്നുള്ളതിനുള്ള പ്രധാന മരുന്നാണ് ഈമാനിക തലങ്ങളിലേക്ക് പെട്ടെന്ന് മനസ്സിന് കൊണ്ടുവരാൻ, തിളക്കമുള്ള ഹൃദയമാക്കാൻ
എന്തുണ്ട് വഴി എന്നുള്ളതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ ഖുതുബയിൽ വളരെ കുറച്ച് സമയം നമ്മൾ ഉണർത്തുന്നത്. കാര്യങ്ങളെ കേൾക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ ഉപരിയിലുള്ള റബ്ബ് നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. ഒരു കവി പറഞ്ഞു, കുല്ലു ബിനി ഇസ്നൈ വ ഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു എന്ന. ഓരോ മനുഷ്യനും എത്ര കാലം ആരോഗ്യത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിച്ചാലും ഒരു ദിവസം യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു എന്ന, എത്ര സുരക്ഷിതമായ അവസ്ഥയിൽ അവൻ ജീവിച്ചാലും മരിക്കുന്ന സെക്കൻഡുകൾക്ക് മുന്നേ ആരോഗ്യ ദൃഢഗാത്രനായി സുരക്ഷാ സന്നാഹത്തിന്റെ നടുവിൽ അവൻ ജീവിച്ചാലും യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു, ഒരു ദിവസം വളഞ്ഞു കിടക്കുന്ന ഒരു ഉപകരണത്തിൽ, ഉദ്ദേശിച്ചത് മയ്യത്ത് കെട്ടിലാണ്, അതിൽ മറ്റുള്ളവരാൽ അവൻ ചുമക്കപ്പെടുക തന്നെ ചെയ്യും, സംശയമില്ല. എത്ര പേരാണോ എന്റെ ശബ്ദം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും നമ്മെ കാത്തു നിൽക്കുന്ന ഒരു മയ്യത്ത് കെട്ടിലുണ്ട് എന്നുള്ള ബോധമാണ് അശ്രദ്ധകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള ഒരേ ഒരു വഴി. ഒന്നുകൂടെ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ, അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പദങ്ങൾ എന്തെല്ലാമുണ്ടോ, അത് എന്തു തന്നെയാകട്ടെ, എത്ര ഉന്നതിയിലുള്ളതാകട്ടെ, ആ വേഷങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഒരു ദിവസം അവനായി ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് പൊതുവായി കോമണായി ധരിക്കാനുള്ള ഒരു വസ്ത്രം ധരിച്ച് ഈ വാഹനത്തിൽ അവൻ കയറി പറ്റും. ഈ പറയപ്പെട്ട മരണത്തേറിലേറി അവൻ യാത്ര തുടർന്നു കഴിഞ്ഞാൽ ആ യാത്ര പിന്നീട് അവസാനിക്കുന്ന ലോകത്തിന്റെ പേരാണ് ബർസഖ്, ഖബർ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ലോകമാണ് ഖബർ എന്ന് നമ്മോട് ഷെയർ ചെയ്ത പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ ജീവിതത്തിൽ പിന്നീട് അവന്റെ കിടത്തം ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന നാളുവരെയാണ്. ആ നാളുവരെയുള്ള ദുനിയാവിൽ നിന്നവൻ യാത്രയാവുകയും ചെയ്തു, പരലോകത്തേക്ക് എത്തിയിട്ടുമില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ജീവിതം, മറ, ബർസഖ്, അതാണ് ആ കാലയളവ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അബസയിലെ 2 ആയത്തുകളാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. സുമ്മ അമാതഹു ഫഅഖ്ബറഹ, പിന്നീട് മനുഷ്യരെ നാം മരണപ്പെടുത്തി, എന്നിട്ട് അവനെ ഞാൻ ഖബറിലെത്തിച്ചു. സുമ്മ ഇദാ ശാഅ അൻശറഹ, പിന്നീട് അതേ ഖബറുകളിൽ നിന്ന് ഞാൻ അവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു പറഞ്ഞു. ഇബ്രാഹിം അസ്സൗലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിൽ പറഞ്ഞ ഒരു വരിയാണ്, ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലാതി കാന ഖബ്ലൽ മൗതി ബൈനിഹാ ഫഇൻ ബനാഹാ ബിഖൈരിൻ ഫാസ സാകിനുഹാ വഇൻ ബനാഹാ ബിശർരിൻ ഖാബ ബാനിഹാ. ഇസ്ലാമിക ലോകം ചർച്ച ചെയ്ത 2 വരികളാണ്. എന്താ പറഞ്ഞത്? ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലാതി കാന ഖബ്ലൽ മൗതി ബൈനിഹാ. മരണശേഷം മനുഷ്യന് താമസിക്കാനായി ഒരു ഭവനമില്ല. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് താമസിക്കാൻ ഒരു ഭവനമില്ല. മരണത്തിന് മുമ്പ് അവൻ തന്നെ പണിത് വെച്ച ഭവനം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇൻ ബനാഹാ ബിഖൈരിൻ ഫാസ സാകിനുഹാ വഇൻ ബനാഹാ ബിശർരിൻ ഖാബ ബാനിഹാ. എത്ര അർത്ഥവത്താണ് ആലോചിച്ചു. അവൻ അത് നന്മ കൊണ്ട് പണിതതാണ് എങ്കിൽ അതിൽ അവൻ താമസിക്കുമ്പോൾ അവന് വിജയമുണ്ടാകും, സമാധാനമുണ്ടാകും. എന്നാൽ തിന്മകൾ കൊണ്ടാണ് ആ വീടവൻ പണിതതെങ്കിലോ ആ നിർമ്മാതാവ് അതിൽ പരാജയപ്പെട്ടു പോകും. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഖബർ ജീവിതമാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട സ്വഹാബിയാണ്, 3ാം ഖലീഫയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
ആ മഹാനായ സ്വഹാബി വര്യൻ അദ്ദേഹത്തിന് വട്ടത്താടി ഉണ്ടായിരുന്നു എന്നാണ്. പിറകുന്ന് നോക്കിയാൽ വരെ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ കാണാമായിരുന്നു. ആ താടി നനഞ്ഞ് ഒട്ടിപ്പിടിക്കുമാർ ഖബർ കണ്ടാൽ കരഞ്ഞിരുന്ന വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അല്ലേ? അദ്ദേഹത്തിന്റെ മൗലയാണ് ഹാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, ദർസുകൾ എടുക്കുമ്പോൾ പരലോകം കേട്ടാൽ നിങ്ങൾ കരയുന്നില്ല, നരകം കേട്ടാൽ ഇങ്ങനെ കരയുന്നില്ല, പക്ഷെ ഖബർ കണ്ടാൽ നിങ്ങൾ ഭയങ്കര കരച്ചിലാണല്ലോ? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എന്താ? ഒരു മനുഷ്യൻ പരലോക ഭവനത്തേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ അവന് താമസിക്കാനുള്ള ഇടമാണ് ഖബർ. അതിൽ അവൻ വിജയിച്ചോ തുടർന്നുള്ളതൊക്കെ വിജയമാണ്, അതിൽ അവൻ പരാജയപ്പെട്ടോ തുടർന്നുള്ളതെല്ലാം പരാജയമാണ്. അതുകൊണ്ടാണ് ദിനേന എന്നോണം ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും മുടങ്ങാതെ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നമസ്കാരത്തിൽ മസീഹുദ് ദജ്ജാൽ വരെ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ അവസാനത്തെ 4 കാര്യങ്ങളിൽ നിന്ന് റബ്ബിനോട് ശരണം തേടുമ്പോൾ അതിലൊന്നായി പഠിപ്പിച്ചത് ഈ പറയപ്പെട്ട ലോകമാണ്. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ഈ ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കാൻ, ഈ ലോകത്തെ ധാരാളം ഓർക്കാൻ, ഈ ലോകത്തെ പറ്റുമെങ്കിൽ മരിച്ച് മണ്ണറഞ്ഞു പോയ ആളുകളുടെ ഖബറുകൾ സന്ദർശിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നിടത്താണ് നേരത്തെ പറഞ്ഞ ഗഫലത്തും ഭൗതികാസക്തിയും ഈമാനിന്റെ കുറവും പരിഹരിക്കപ്പെടാനുള്ള ഇടം പ്രധാനമായി ഇസ്ലാം പഠിപ്പിച്ചു. ധാരാളം ചിന്തിക്കുക, മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പറ്റുമെങ്കിൽ ഖബറിനെ ചെന്ന് സന്ദർശിച്ചും നിങ്ങൾ ഈമാനിനെ പുതുക്കുക എന്നാണ്. അബൂ ഹുറൈറ, യമനിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച 4 കൊല്ലമേ ഹബീബായ പ്രവാചകനെ കണ്ടിട്ടുള്ളൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 കൊല്ലം കൂടെ കട്ടക്ക് നടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത, ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത സഹാബികളെ എണ്ണുമ്പോൾ അതിൽ ആദ്യം നമ്മൾ എണ്ണുന്നത് അബൂ ഹുറൈറയാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തൊരു ഹദീസാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങളൊരു യാത്രാവേളയിൽ അള്ളാഹിന്റെ റസൂൽ റസ്മിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടു. റസ്മി എന്ന് പറഞ്ഞാൽ പഴയ ഖബറുകൾക്ക് പറയാം, അതായത് ഖബർ തന്നെ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലെത്തിയ ഇടിഞ്ഞു പൊളിഞ്ഞ ഖബറുകൾക്കാണ് റസ്മു എന്ന് പറയാ. അവിടുന്ന് പറയുകയാണ്, ഇസ്തഗ്ദൻതു റബ്ബി, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ്, ഈ ഖബർ എന്റെ ഉമ്മാന്റെ ഖബറാണ്, ഈ ഖബർ എന്റെ ഉമ്മാന്റെ ഖബറാണ്, ആമിനയുടെ ഖബറാണ്. എന്റെ റബ്ബിനോട് ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ തേടട്ടെ എന്ന് റബ്ബിനോട് അനുവാദം ചോദിച്ചപ്പോൾ റബ്ബ് എനിക്ക് സമ്മതം തന്നില്ല. അതിന് പല ചർച്ചകളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്നാൽ എന്റെ ഉമ്മാന്റെ ഖബർ ഞാൻ സന്ദർശിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെനിക്ക് സമ്മതം തന്നു. എന്നിട്ട് അവിടുന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി, ഫസൂറു വൽ ഖുബൂർ, നിങ്ങളെല്ലാവരും ഖബറുകൾ സന്ദർശിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി പോയ സംഗതിയാണ് ഖബർ സിയാറത്ത്. ഖബർ സിയാറത്ത് നിങ്ങൾ നടത്തണം. എന്തിനു വേണ്ടിയാണ്? ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കും. ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിലെ ഒഴിഞ്ഞിട്ടിടക്കുന്ന ഉമ്മാന്റെ ഖബറുണ്ടെങ്കിലും ഉപ്പാന്റെ ഖബറുണ്ടെങ്കിലും വേണ്ടപ്പെട്ട ഖബറുണ്ടെങ്കിൽ ഒന്ന് പോയി നിൽക്കുക. എങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ആളുകളാണ്, എന്തെല്ലാം യാത്രകൾ ചെയ്തിരുന്ന ആളുകളാണ്, എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടായവരാണ് എന്നൊക്കെയുള്ള ചിന്ത അവിടെ എത്തുമ്പോൾ വരും. അങ്ങനെ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പോയി തിരിച്ചു വരുമ്പോ നമ്മുടെ മനസ്സിന് എന്ത് കിട്ടും? ഈമാനികമായ ഉണർവ് കിട്ടുമെന്ന് അവിടുന്ന് പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്തിനെ വിലക്കിയിരുന്നു. ആദ്യകാലത്ത് ഇസ്ലാമിൽ ഖബർ സിയാറത്ത് പാടില്ലായിരുന്നു. ഷിർക്കിലേക്കുള്ളൊരു വഴിയായി ആ നാട്ടിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ സ്വീകരിച്ചിരുന്ന വഴിയാണ് ഖബർ സിയാറത്ത്. അതുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ പിന്നീട് വിശ്വാസികൾക്ക് ഈമാനെ കുറച്ചപ്പോൾ നബി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാൻ വിരോധിച്ചിരുന്നു, അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ സന്ദർശിച്ചോളൂ. ഈമാനെ കുറച്ചു, നിങ്ങൾ സന്ദർശിച്ചോളൂ. എന്നിട്ട് പറഞ്ഞു, എന്തിനാ ഖബർ സിയാറത്ത്? അവിടുത്തെ ജാറപ്പുറപ്പോട്ട് തടവാനല്ല. ഇന്നത്തെ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പണികൾ അതൊക്കെയാണ്. അവിടുത്തെ മയിൽപ്പീലി കൊണ്ട് അവിടുത്തെ പൂജാരി മേത്തുകൂടി ഇങ്ങനെ തടവും, അതിനല്ല. അവിടുത്തെ എണ്ണ കുടിക്കാനല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരോട് പറയാനല്ല, നിങ്ങൾക്ക് അവരോട് ദുആ ചെയ്യാനല്ല,
പിന്നെയോ അവിടുന്ന് ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫഇന്നഹാ തുരിഖുൽ ഖൽബ്, നിന്റെ കടുകട്ടിയായ ഹൃദയം സോഫ്റ്റ് ആവും. നിന്റെ കടുകട്ടിയായ അശ്രദ്ധയിൽ വാഴുന്ന ഈ ഖൽബ് ഒന്ന് സോഫ്റ്റ് ആവും. വതുദ്മിഉൽ ഐൻ, നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊലിക്കും. വതുദക്കിറുൽ ആഖിറ, പരലോകത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടാകും. ഇതാണ് ദുനിയാവിന്റെ ആസക്തിയിൽ പിടിമുറുക്കിയ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഖബറുകൾ സന്ദർശിക്കുക. പറ്റുമെങ്കിൽ ഇന്നത്തെ ജുമാക്ക് ശേഷം ഒന്ന് പോയിക്കൊണ്ടോ, പറ്റുന്നിടത്തൊക്കെ. ജുമാക്ക് വെള്ളിയാഴ്ച ദിവസം പ്രത്യേക ഖബർ സിയാറത്ത് പുണ്യൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് പച്ച വിധേയത്താണ്, ഒരു സംശയമല്ല. ഖബർ സിയാറത്ത് രാത്രിയും ചെയ്യാം, പകലും ചെയ്യാം, ഏത് ദിവസവും ചെയ്യാം. ഇന്ന ദിവസം പുണ്യാണെന്ന് ഹദീസിലോ ഖുർആനിലോ എവിടെയും വന്നിട്ടില്ല. ചില ആളുകൾ വെള്ളിയാഴ്ച കാണാൻ പ്രത്യേക പോകും. എൻ്റെ പിന്നിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്ത് വിശ്വാസം പാടില്ല. ഇന്നൊരു പുണ്യ ദിവസമാണ്, അതുകൊണ്ട് പ്രത്യേക കൂലി ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഖബറുകൾ സിയാറത്ത് ചെയ്താലേ നോക്കുകൊണ്ട് നല്ല മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് വലാ തഖൂലു ഹുജ്റൻ, അവിടുന്ന് പറയാണ് നിങ്ങൾ ഹുജ്ർ പറയരുതെന്ന്. ഹുജ്ർ എന്ന് പറഞ്ഞാൽ കലാമൻ ഖബീഹൻ ഫാഹിഷൻ. കലാമൻ ഖബീഹൻ ഫാഹിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യാൻ പാടില്ല എന്നതിനർത്ഥം. ഹബീബായ പ്രവാചകൻ എത്രയോ ഖബറുകൾ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞുകൊടുത്ത് നിന്നോ. അവിടെ ഒരു ഖത്തപ്പുര കെട്ടണ്ട, അവിടെ ഒരു ഖുർആൻ ഓതണ്ട. ഖുർആൻ ഓതിയ നിനക്ക് കൂലിയുണ്ട്, പക്ഷെ അത് ഖബറും പുറത്തല്ല, എന്നെ വീട്ടിലിരുന്ന് ഓതിക്കോ. ബിദഅത്ത് ചെയ്ത് നരകം വാങ്ങണ്ട, ഭാഷയോടെ കേൾക്കും വേണ്ട സംസാരം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിലും ഖബറും പുറത്തിരുന്ന് ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടില്ല. എന്റെ സംസാരത്തിനിടക്കത് വരുന്നുണ്ട്. ഇതൊക്കെ അനാവശ്യങ്ങൾ അവിടെ നബി പഠിപ്പിക്കാത്ത ഹുജ്റിൽ അവിടെ ആയ പരിധി വിട്ട പരിപാടികളാണ്. അതുപോലെ തന്നെ തെൽക്കീൻ നിർവഹിക്കുക. എന്താ ഈ തെൽക്കീൻ? ഹദീസിൽ എവിടെയും ഉണ്ടോ? മൂലിയർക്കൊരു വർത്താന ഖബറുള്ള ആളോട് പച്ച ബിദഅത്ത്. ആ വിഷയത്തിൽ വന്നൊരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യയെ ഖബറിലേക്ക് ഇറക്കിയപ്പോ അള്ളാഹിന്റെ റസൂൽ ഇറങ്ങിക്കൊണ്ട് ഭാര്യയോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ഇതാണ് തെൽക്കീന് തെളിവ്. ആ ഹദീസിന്റെ സനദ് പരിശോധിച്ച് നേരെ ചുരുട്ടിക്കൂട്ടി നമുക്ക് വേസ്റ്റിക്ക് ചാടാം, അമൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ അതെടുത്തിട്ട് ഇപ്പൊ വലിയ സംഭവമാക്കി തെൽക്കീൻ ചൊല്ലുന്ന കുറെ പണ്ഡിതന്മാരും വിട്ടുപോകാൻ പാടില്ല. ഹുജ്റില അങ്ങനെ കുറെ കാര്യങ്ങൾ എന്തെല്ലാം വിദഗ്ധകളായി. ഇത് ഏതാ നല്ലത്, ഏതാ ചീത്തത് ഒക്കെ പാടെ കൂടിക്കലർന്നത് കൊണ്ട് ജനങ്ങൾക്കൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ വരെയുണ്ട്. സൗദി അറേബ്യയിലെ ജീവിച്ചു പോയ അറിയപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ കാണാം, നിന്റെ ഹൃദയം അശ്രദ്ധയിലാകുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ, ദുനിയാവിലേക്ക് ഞാൻ വല്ലാതെ വഴുതി വീഴുന്നുണ്ട് എന്ന് നിനക്ക് തോന്നുമ്പോൾ, നിന്റെ മനസ്സ് ദുനിയാവിലേക്ക് ലയിക്കുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ നീ ഖബറുകളിലേക്ക് പുറപ്പെടുക. നീ ഖബറുകളിലേക്ക് പുറപ്പെടുക. എന്നിട്ട് ഇന്നലെ വരെ ഭൂമിയിൽ നിന്നെ പോലെ ചുറ്റിപ്പറ്റി ഓടി നടന്നിരുന്ന, ബിസിനസ് ചെയ്തിരുന്ന, യാത്രകൾ ചെയ്തിരുന്ന, നിന്റെ കൂടെ കളിച്ചിരുന്ന, ചിരിച്ചിരുന്ന ആളുകളാണല്ലോ ഈ കിടക്കുന്നത് എന്ന് ചിന്തിച്ച് നിന്റെ ഹൃദയത്തിന്റെ ഗഫ്ലത്തിന്റെ രോഗത്തെ പിഴുതെറിയുക എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്ന് നമുക്കൊക്കെ ബാധിച്ച രോഗം എന്താ? അല്ലാതെ ദുനിയാവിന്റെ പിന്നാലെ കെട്ടി വരിയുണ്ടോ എന്നൊരു തോന്നലുണ്ട് അല്ലേ? ഓടിക്കോ ഖബറിന്റെ അടുത്തൊക്കെ. ആരാ പറയണത്? ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, എന്തിനാണ് ഖബർ സിയാറത്ത് എന്ന് പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞെന്താ? കണ്ണ് നനയിപ്പിക്കാനും, ഹൃദയം സോഫ്റ്റ് ആകാനും, മരണത്തെ ചിന്തിക്കാനും, പരലോകത്തെ ചിന്തിക്കാനും. അഞ്ചാമത്തെ ലക്ഷ്യമില്ല. ചെന്നത് ഖബർ സിയാറത്ത്. എന്താ ചില നോട്ടീസ് കാണാം, സിയാറത്ത് ടൂറ്. എങ്ങോട്ടൊക്കെയാ? ഓരോ ജാറത്ത് കുറെ പേരുണ്ടാവും, കൂട്ടത്തിൽ ലുലുമാളും ഉണ്ടാവും. അതെന്തിനാ ലുലുമാള ഇരിക്കണേ? അതിൽ വീഴാത്ത അതിൽ വീണോട്ടോ വിചാരിച്ചിട്ടായിരിക്കും. തട്ടിപ്പാണ്, വേറൊരു പണിയില്ലായാലും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പുണ്യം പ്രതീക്ഷകൾ ഒരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല, 3 പള്ളിക്കല്ലാതെ. ഖബർ സിയാറത്ത് ചെയ്യാൻ എന്തിനാണ് മുത്തുപേട്ടി പോണേ? ഖബർ സിയാറത്ത് ചെയ്യാൻ എന്തിനാണ് അജ്മീറിൽ പോണത്, നാഗൂരിൽ പോണത്? അറിയപ്പെട്ട ഇതുപോലെയുള്ള തങ്ങന്മാരുടെ, ബീവിമാരുടെ എന്ന് പറയപ്പെടുന്ന മക്ബറുകളിലേക്ക് പോണോ? വേണ്ട. കാഫറുകളുടെ ഖബറുകളടക്കം സന്ദർശിക്കാൻ പച്ചക്ക് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പറയണം. എന്താ പറഞ്ഞത്? കാഫറുകളുടെ ഖബറടക്കം നിനക്ക് സിയാറത്ത് ചെയ്യാം, എന്നാലടക്കം നിനക്ക് പരലോക ഓർമ്മ ഉണ്ടാവുന്നു. അതിന്റെ അർത്ഥം എന്താ നിങ്ങള്? ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും മനസ്സിലാക്കിയതല്ല എന്ന് പറയാനാണ്. പരലോക ചിന്ത ഉണ്ടാക്കാനാണ് ഖബർ. ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ പച്ചക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംശയം ഉണ്ട്, നമുക്ക് കിതാബ് മുറിച്ച് കാണിച്ചു തരാൻ പറ്റും. തെളിവുണ്ട്, സ്വഹീഹ് മുസ്ലിമിലെ തെളിവുണ്ട്.
കാഫിറുകളെ ഖബർ സിയാറത്ത് ചെയ്യാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയെ, ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ പുരുഷന്മാരെ പോലെ ഇടക്കിടക്ക് പോകാൻ പാടില്ല. പറ്റുമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഖബർ സിയാറത്ത് ചെയ്യാം. അലീബിൻ ആയിഷ ബീവിന്റെ ചോദ്യത്തിന് എന്താ നബി ഞങ്ങൾ മറുപടി പറയേണ്ടിയിരുന്നത്? ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്താ ചൊല്ലേണ്ടതെന്നാണ് ആയിഷ ബീവി ചോദിച്ചത്. അപ്പൊ റസൂൽ എന്താ പറയേണ്ടിയിരുന്നത്? പെണ്ണിന് ഖബർ സിയാറത്തില്ലല്ലോ, പിന്നെന്തിനാ നിന്നോട് അതിനെ മറുപടി പറയേണ്ട കാര്യം എന്നല്ലേ? പക്ഷെ നബി പറഞ്ഞു കൊടുത്ത എന്താ അറിയോ? ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ നമ്മളൊക്കെ പറയാറില്ലേ? അതോടൊപ്പം തന്നെ വആതാകും മാ തുഅദൂൻ അദൻ മുഅജ്ജലൂൻ വേറെയും പ്രാർത്ഥനകൾ വന്ന ഇൻഷാ അല്ലാഹു ലാഹിഖൂൻ എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു റിവായത്താണ്. എന്താണ് ഈ പറയുന്നത്? വിശ്വാസികളായ ജനങ്ങളെ, ഖബറിൽ കിടക്കുന്നവരെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഇത് ഖബറാളി കേൾക്കാൻ വേണ്ടി പറയല്ല, ഓർക്ക് വേണ്ടിയുള്ള ദുആയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഓല് സലാം അടക്കാനല്ല നമ്മൾ പറയണത്. പിന്നെയോ അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് റബ്ബിനോട് പറയാണ്. ചില ജാഹിലുകൾ മനസ്സിലാക്കി എന്താ ഖബറാളി കേൾക്കുന്നുള്ളതിന് തെളിവാണ് അവിടെ ചെന്ന് സലാം പറയുന്നുണ്ടല്ലോ. അത് ഓൽക്ക് കേൾക്കാനല്ല, അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കരുത്. ഇന്ന ശൈത്വാൻ യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് വരണ്ടോടും. ഇതാണ് ഹദീസ്. ഇത് ഞാൻ എന്തിനു ഉദ്ധരിച്ചറിയോ? ഈ ഹദീസിന്റെ ശറഹിൽ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുതെന്ന് പറഞ്ഞെന്താ? ഖബറിന്റെ അടുത്ത് എന്തുണ്ടാവൂല? ഖുർആൻ പാരായണം ഉണ്ടാവൂല, അവിടെ നിസ്കാരമില്ല, അവിടെ അതുപോലെയുള്ള സംഗതികളൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് നിങ്ങൾ വീട്ടിലാ ചെയ്യണം. അതത് ചെയ്യാതെ വീട് ഖബർ പോലെ ആക്കരുത്. ഇതിനെ പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവിടെ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹത്തപ്പുരൊക്കെ കെട്ടിയിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി ചില ആളുകളെ ശമ്പളം കൊടുത്ത് നിർത്തുന്ന പ്രവണതയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് കൂലിയിട്ടാണ്. സൂറത്തു നജ്മിലെ ആയത്താണ്. ഒരാൾക്ക് താൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല. ഈ ആയത്തിനെ ഉദ്ധരിച്ച് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ് എന്ന് ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട മുഫസ്സിറായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെന്താ? ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫിഈയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും തെളിവ് പിടിച്ചിരിക്കുന്നു. ഏതായത്തെന്ന്? വലൈസൽ ഇൻസാനി ഇല്ലാ മാ സഅ. എന്താ തെളിവ് പിടിച്ചത്? താൻ ചെയ്തത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ അത് ഓൽക്ക് എത്തൂല. ഞങ്ങൾ ഷാഫി മതം വരാം എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് ചെയ്യണം എന്താ? വിദേഹത്തല്ല. ഇതിന്റെ അർത്ഥം മരിച്ചോൽക്ക് നമ്മളൊന്നും ചെയ്താൽ കിട്ടൂല എന്നല്ല. അതിൽ നിന്ന് ചിലതിനെ ഇസ്തിസ്നാ ചെയ്തിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. മരിച്ചോൽക്ക് ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ കിട്ടുന്ന കുറെ കർമ്മങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ അടുത്ത ബന്ധുക്കൾ മരിച്ചിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓർക്ക് സ്വതക്ക ചെയ്തായിട്ട് കൂലി കിട്ടും. കിണർ ഒഴിച്ചു കൊടുക്കുക. അത് മരിച്ചൻ്റെ അമ്മക്ക് കൂലി കിട്ടാൻ വേണ്ടിയുള്ള കിണറാണ്, നിനക്ക് കൂലി കിട്ടും. ഹദീസ് വേണോ? എത്ര എണ്ണം വേണോ? അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവരെ സ്വതക്ക ചെയ്ത് പരിഗണിക്കുക. ഇതിൻ്റെയൊക്കെ നിയ്യത്ത് എന്താകണം? പിന്നെ മരിച്ച ഉമ്മാക്കും കൂലി കിട്ടണം. നമ്മൾ കിട്ടും, ഓല് കിട്ടും. ഹജ്ജ് ചെയ്താൽ കിട്ടും, ഹജ്ജ് ഉംറ ചെയ്താൽ കിട്ടും. നിർബന്ധം നോമ്പ് നോറ്റു കിട്ടാണ്ടോ കിട്ടും. നീ ദുആ ചെയ്തോ കിട്ടും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും എന്തെണ്ണീല, ഖുർആൻ ഒത്തു പറഞ്ഞില്ല. അപ്പൊ ബിദഅത്ത് ചെയ്ത് പരലോകം കളയണ്ടെന്നാ പറയണം. എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അപ്പം വരും കുറച്ച് ഉസ്താദന്മാര്, അല്ലേ? ഇങ്ങനെ മൈക്ക് കെട്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ആരോടൊക്കെയുള്ള വാശി പോലെ ബോക്സൊക്കെ വെച്ചിട്ടാ പോകുന്നത്. നിർത്തിക്കോ, ബിദഅത്തുകാരൻ നരകത്തിലെ കൽബുകളാണെന്നാണ് ഹബീബ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഞാൻ ഈ മിമ്പറെന്ന് പറയുന്നില്ല. കുറെ കാലയിലെ ഹുത്ബ കേൾക്കണോ, കേറൂല, അത് മൗലവിന്റെ വിഷയമായിരിക്കും. അങ്ങനെ വിചാരിച്ചോ, പരലോകം നഷ്ടമായിരിക്കും. അത്രമേൽ വലിയ വെറുപ്പാണ് ബിദഅത്ത് ചെയ്യുന്നവരുടെ ഹബീബായ പ്രവാചകനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ശൈത്താൻ. ആ ശൈത്താൻ ഒരു മുഴുകുടിയനേക്കാളും, പച്ച വ്യഭിചാരിയേക്കാളും, പച്ച തോന്നിവാസിയേക്കാളും പിശാചിന് ഇഷ്ടം ബിദഅത്തുകാരനാണ്. സുഫിയാൻ സൗരി താബിഈ തബക്കകളിൽ ഉന്നതനായ വ്യക്തി പറയുന്നു. എന്താ കാരണം എന്നറിയോ? ബിദഅത്ത് ചെയ്യണമെന്ന നിയ്യത്തെന്താ? നല്ലതല്ലേ, കൂലിട്ടൂലേ വിചാരിച്ചാ ചെയ്യും. ഓൻ മടങ്ങൂല, ഓൻ നല്ലതാന്ന് അവൻ്റെ പൂതി.
മദ്യപാനിയോ ഓനറിയത് തെറ്റാണ്, വ്യഭിചാരിയോ ഓനറിയത് തെറ്റാണ്. അവിടെ മടങ്ങാൻ സാധ്യത ഉണ്ട്, ഇപ്പം മടങ്ങൂല. അതുകൊണ്ട് പിശാചിന് ഇഷ്ടം പോലെയാണ്. അതുകൊണ്ട് ആരെങ്കിലും അറിഞ്ഞു അറിയാതെ ഓലെ കൂട്ടത്തിൽ പെടുകയോ അജാതി പരിപാടിക്ക് പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പരലോകത്ത് മടങ്ങിക്കോ, കുല്ലു ബിദ്അത്തിൻ ദലാല എന്നുള്ളത് ഹബീബായ പ്രവാചകന്റെ എല്ലാ ഖുതുബയിലും അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖബർ സിയാറത്ത് ഇന്നത്തെ നമ്മുടെ ഖുതുബയിലുള്ള സന്ദേശം എന്താ? പറ്റുമെങ്കിൽ ഇന്ന് വണ്ടിയെടുത്ത് പോവുക, എന്നിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചു നേരം അവിടെ നിൽക്കുക, എന്നിട്ട് ആ മണ്ണറക്കൂടുകളിലേക്കൊന്ന് നോക്കുക, മീസാൻ കല്ലുകളിലേക്ക് നോക്കുക, അവിടെ കുത്തിയ കുറെ കൊമ്പുകളും മരങ്ങളും ഉണ്ടാവും, അവിടേക്കൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, പരലോകത്തെ കുറിച്ച് ഓർക്കുക. തിരിച്ചു വരുമ്പോഴേക്ക് കടുകട്ടിയുള്ള ഹൃദയം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകുമെന്ന്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വഹയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശൈഖുൽ ഇസ്ലാം ഒറ്റ വാക്കുകൂടി പറയണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ഹബീബുന വ ശഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. സംശയം ജീവൻ കൊടുത്താലും ഹബീബിനെ സ്നേഹിക്കാൻ പഠിച്ചോളൂ. സ്വന്തം ശരീരം കളഞ്ഞാലും വേണ്ടില്ല, റസൂലുള്ളയാണ് വലുത്, സംശയമില്ല. പക്ഷെ ഞങ്ങൾ നബി സ്നേഹിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒരു പ്രവാചക സ്നേഹവും കാണിക്കാതെ നബി പഠിപ്പിക്കാത്തത് ചെയ്തിട്ട് തോന്നിവാസം ചെയ്ത് നരകത്ത് പോകലാണോ പ്രവാചക സ്നേഹം? ആണോ? ആ ഹബീബായ പ്രവാചകന്റെ ഖബറിനെ കുറിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖബർ അവിടുത്തെ ഖബറാണ്. ആ ഖബറിനെ കുറിച്ച് വരെ ആ ഖബറിന്റെ ഉടമയായ വ്യക്തി ജീവിച്ചിരിക്കുന്ന നാളിൽ പറഞ്ഞെന്താ അറിയോ? വലാ തജ്അലു ഖബരി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷസ്ഥലാക്കരുതെന്നാണ്. ഇത് ശിർക്കും ഖുറാഫാത്തും നടക്കുന്നതിൽ വലിയൊരളവ് പങ്ക് നമ്മുടെ ഖബർസ്ഥാനികളാണ്. റസൂലുള്ളാഹിന്റെ ഖബറിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞെന്താ? എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷസ്ഥല, അവിടെ ഉറൂസാക്കരുത്. ഇന്ന് ചില മഖബറുകളുടെ സമീപത്തല്ലേ നേർച്ചകൾ നടക്കുന്നത്? ആനകളും അമ്പാരികളും പിപ്പിളികളും ഹലുവകളും ചാടിക്കളികളും ഒരു വേള ഗാനവേളകളടക്കം മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന അറിയപ്പെട്ട പള്ളികളിൽ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡിന്റെ മംഗലാപുരത്തിന്റെ ബോർഡർ കഴിഞ്ഞാൽ അതുവരെയും എത്രയെത്ര ഖുറാഫാത്തുകളാണ് ഖബറിനെ സമീപിച്ചുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് എന്താ പറയാ? ഇത് ഖബർ സിയാറത്താണ്, അതിന്റെ പേരിട്ടു ആണ്ട് നിറച്ച അല്ലേ? ഏത് സഹാബിയുടെ ഖബറിന്റെ അടുത്താണ് മുത്തുനബി അത് കാണിച്ചു തന്നത് എന്ന് സഹോദരങ്ങളെ സ്നേഹത്തോടു കൂടി ആയിഷ ബീവി പറയാണ്, എന്തുകൊണ്ടാണ് അത്ര മുത്തുനബിയുടെ ഖബർ എന്റെ റൂമിലാക്കിയത്? ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കി പിഴച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് മുത്തുനബിയുടെ ഖബർ എൻ്റെ വീടിൻ്റെ ഉള്ളിലാക്കിയത്, അല്ലെങ്കിൽ പുറത്താക്കിയത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലേ, എൻ്റെ ഖബറിനെ ആരാധന സ്ഥലമാക്കരുതെന്ന് പറഞ്ഞില്ലേ, ഈദാക്കരുത് പറഞ്ഞില്ലേ? ആ പ്രാർത്ഥന അല്ലാഹ് എപ്പോഴും ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും ഒരു ഖുറാഫാത്ത് കിടക്കണില്ല, അവിടെ എപ്പോഴും ഒരു ശിർക്ക് കിടക്കണില്ല. കാരണം എന്താ? പഞ്ചഭുജ മതിലിന്റെ ഉള്ളിലും 3 or 4 സംവിധാനങ്ങൾക്കുള്ളിലും ഹബീബായ പ്രവാചകന്റെ ഖബർ സുരക്ഷിതമാണ് ഇന്ന് വരെ. ആ നേതാവിൻ്റെ അടക്കം പറ്റൂലെങ്കിൽ പിന്നെ മറ്റുള്ളതൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരലോക ഓർമ്മ ഉണ്ടാകാൻ പഠിപ്പിക്കപ്പെട്ട കാര്യത്തെ മറ്റെന്തിലേക്കൊക്കെ ജനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ യഥാർത്ഥ ഖബർ സിയാറത്ത് എന്താണോ അതിലേക്ക് അത് മനസ്സിലാക്കി കടന്നു ചെല്ലുന്ന ഹൃദയത്തെ ഈമാനികമായ പ്രകാശപൂരിതമാക്കാനും ഒക്കെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഉണർത്തുകയാണ്. മഹാനായ ബഷീർ ഇബ്നുൽ ഖസാസിയ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. ഒരിക്കൽ അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് കുടുംബസമേതം വരികയാണ്. അദ്ദേഹത്തിന്റെ ഗോത്രത്തൊക്കെ കൂട്ടി നബിയുടെ അടുക്കലേക്ക് പോകും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് സഹം എന്നുള്ളൊരു പേരായിരുന്നു. സഹം അതിന് നല്ലൊരു അർത്ഥമല്ലുള്ളത്, വളരെ മോശപ്പെട്ടൊരു അർത്ഥമാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട് അദ്ദേഹത്തിന് നബി ഇട്ട് കൊടുത്ത പേരാണ് ബഷീർ ഇബ്നുൽ ഖസാസിയ. അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര് ബഷീർ എന്നാണ്. പക്ഷെ ആ ഉപ്പാന്റെ പേരിലേക്ക് അദ്ദേഹത്തെ ചേർത്തില്ല. ഉപ്പാന്റെ പേരിട്ട് കൊടുത്ത് ഉമ്മാന്റെ പേരിലേക്ക് ചേർത്ത്. ഉമ്മാന്റെ പേരാണ് ഖസാസിയ, ഉമ്മാന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്.
ഈ സ്വഹാബി ഒരിക്കൽ പ്രവാചകന്റെ വിഷയം പറയുന്ന ഭാഗത്ത് കാണാം, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ നടന്നു പോണ സമയത്ത് കുറേ കബറുകൾ കണ്ടു എന്നാണ്. ഖബറിൽ കുറേ മുശ്രിക്കുകളെ ഖബറുണ്ട്, മുഅ്മിനീങ്ങളെ ഖബറുണ്ട്, അങ്ങനെ കുറേ ഖബറുകളുണ്ട്. അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുശ്രിക്കുകളായ ഖബറുകൾ ആളുകളുടെ ഖബറുകൾക്ക് നേരെ തിരിഞ്ഞു പറഞ്ഞു, കുറേ നന്മകൾക്ക് മുന്നിലൂടെ നടന്നുപോയ ആളുകളാണ്. നന്മ ചെയ്തവരാണെന്നല്ല, നന്മകൾ മുമ്പിൽ ഉണ്ടായിട്ടും അത് ചെയ്യാതെ അതിൻ്റെ അടുത്തുകൂടി കടന്നുപോയ ആളുകളാണ്. പക്ഷെ അവർ മണ്ണടിഞ്ഞു. മുഅ്മിനീങ്ങളെ ഖബർ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? കുറേ ഷെറുകൾ നാട്ടിലുണ്ടായിട്ടും അതിൻ്റെ ഇടയിലൂടെ നടന്നുപോയ ആൾക്കാരാണ്, പക്ഷെ നന്മ ചെയ്ത് സ്വർഗത്ത് പോയി അല്ലേ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, യാ സ്വാഹിബൈ അസ്സിബ്തൈൻ, രണ്ട് സിബ്തിയ ചെരുപ്പുകൾ ധരിച്ചവനെ, ഖബറിന്റെ സമീപത്ത് നീ ചെരുപ്പ് ധരിക്കാതെ പുറത്തു പോവുകയെന്ന്. അപ്പൊ ഖബറിനെ മാനിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. പക്ഷേ അത് എന്തൊക്കെയാകണം? ഖബറിന്റെ അടുത്ത് ചെരുപ്പിട്ട് പോലെ ഹറാമൊന്നുമല്ല. പക്ഷെ ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞെന്താ, ഖബർസ്ഥാനിയിലേക്ക് ചെരുപ്പിടാതെ കയറലാണ് ഏറ്റവും ഖൈർ. ചെരുപ്പൊക്കെ നൂരി വെച്ചിട്ട് കയറലാണ് ഖൈർ. കാരണം അത് അവരോടുള്ള ഒരു ബഹുമാനം, ആദരവ് പറഞ്ഞോടത്ത് നിന്നാൽ മതി, അത് കൂടണ്ട കേട്ടോ. ഈ ഒരാൾ ചെരുപ്പിട്ട് പോയത് തെറ്റൊന്നുമല്ല, തെറ്റല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ, ചെരുപ്പ് ധരിച്ചവനെ അത് പുറത്തു പോയി അത് ഊരി മാറ്റി വെക്കലാണ് നിനക്ക് നല്ലത് എന്ന് പറയുകയുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ഖബറുകൾക്ക് നേരെ മീസാങ്കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ പേരെഴുതി വെച്ചത് ഇസ്ലാമിൽ അത് തെറ്റാണ്. പേരെഴുതി വെക്കുക എന്നുള്ളത് തെറ്റാണ്. കാരണം ഖബറുകളിൽ എഴുതരുത് എന്ന് പച്ചക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. കുമ്മായം ഇടരുത്, അത് എടുപ്പുകൾ വെച്ച് പൊന്തിക്കരുത്, അതിനൊന്നും പറ്റിയ ഇടമല്ല. നമ്മുടെ നാട്ടിലെ ചില ആളുകളെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഈ ഖബറും പുറത്ത് കുത്തുന്നൊരു ചെടിയുണ്ട്, അത് വലിയൊരു സുന്നത്താണ്. അതിനവർ തെളിവ് പറയാറുള്ളത്, റസൂലുള്ള രണ്ട് ഖബറുകൾക്ക് മുകളിൽ ഈന്തപ്പനയുടെ രണ്ട് മട്ടലുകൾ ചീന്തി വെച്ചില്ലേ, എന്നിട്ട് പറഞ്ഞില്ലേ എന്ത്, ഈ കഷ്ണങ്ങൾ പച്ച പിടിച്ചുണങ്ങാത്തിടത്തോളം കാലം ഈ ഖബറാളികൾക്ക് ഖബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്, സമാധാനമാണെന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസ് നമ്മോട് പ്രാവർത്തിയാക്കാൻ പറഞ്ഞിട്ടില്ല. ഓരോ ഹദീസുകളെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കണം. അത് നമുക്ക് ചെടിയുത്താളെ തെളിവല്ല. ഖബറിന്റെ പണിക്ക് കഴിഞ്ഞാലും ചോദിക്കും, എവിടെ മൈലാഞ്ചി, എവിടെ മറ്റേ ചെടി എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കണ്ടാന്ന് അടിസ്ഥാനമില്ല. ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾക്ക് ഇപ്പോഴും ഖബറിന്റെ അടുത്ത് എന്നൊരു ഖുറാഫാത്താണ്, ഒരു ഷിർക്കിന്റെ അല്ലെങ്കിൽ ഒരു ബിദഅത്തിന്റെ പ്രവണതയാണ്. ഷിർക്കിന്റെ എന്ന് പറയാൻ പറ്റില്ല, അസ്തഗ്ഫിറുല്ലാഹ്, ഒരു ബിദഅത്തിന്റെ പ്രവണതയാണ്. മണ്ണ് വാരിയിടുന്ന സമയത്ത് അല്ലേ, ഫിഹാ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും എന്ന് പറയുന്ന സൂറത്ത് ത്വാഹയിലെ ആയത്ത് ഇങ്ങനെ ഓതുക. ആയത്ത് ഖുർആനിലുണ്ട്, അവിടെ ഓതാൻ പറഞ്ഞിട്ടില്ല. ആയത്ത് ഖുർആനിലുള്ളതാണ്, അവിടെ ഓതാൻ പറഞ്ഞിട്ടില്ല. മണ്ണ് വാരിയിടലുണ്ട്, ഓതാൻ പറഞ്ഞിട്ടില്ല. മണ്ണ് വാരിയിടൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഖബറാളിയുടെ ചുറ്റും നിന്നുകൊണ്ട് ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ അല്ലേ, ഒരു ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ എല്ലാ നല്ല മാംസങ്ങളും അതിന്റെ വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് വിതരണം ചെയ്യണം. എത്ര സമയം ഉണ്ടാവും? ആ സമയം വരെ നിങ്ങൾ അവിടെ ചെന്നിട്ട് തസ്ബീത്ത് ചൊല്ലണം. എന്താ തസ്ബീത്ത് പറഞ്ഞാല്? മരിച്ച മയ്യത്തിന് വേണ്ടി ദൃഢത കിട്ടാനുള്ള ദുആ, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതൊന്നല്ല. പക്ഷെ ഖബറിൽ ചോദ്യമുണ്ട്, ഖബറിൽ ഇരുട്ടുണ്ട്, അതുകൊണ്ട് അത് അകറ്റാൻ, അതിൽ ഉറപ്പ് കിട്ടാൻ ഏത് ദുആകളും നിർവഹിക്കാം. പക്ഷെ ഹദീസിൽ എന്താ വന്നത്? വസലൂ ലഹു തസ്ബീത്ത്, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ നിർവഹിക്കണം. പക്ഷെ തൽക്കീൻ ചൊല്ലാൻ പറഞ്ഞില്ല. ഇനി ആ ചെല്ലിനോടത്ത് വരെ നമുക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട്. തിരുത്താനാ പറയണേ, നാളെ പിറ്റേന്ന് തിരുത്താനാ പറയണേ. പറ്റുമെങ്കിൽ കേട്ടോളി, ഇല്ലെങ്കിൽ ചെവി കൂടി വിട്ടോളി, പ്രശ്നമൊന്നുമില്ല. ബാധ്യത നിർവഹണം, അത്രേ ഉള്ളൂ. പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഉസ്താദ് കുറേ കാലം മുമ്പ് പഠിച്ചു വെച്ചാൽ മാറ്റാൻ, നിങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നൊക്കെ ചിന്തിക്കണവരുണ്ടാവും. ആയിക്കോട്ടെ. ഈ തസ്ബീത്ത് ചൊല്ലുന്ന സമയത്ത് തന്നെ കാണാം ചില ആളുകൾ ചൊല്ലിക്കൊടുക്കുക, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബാക്കിയുള്ള ആൾക്കാർ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. ആ പണി നിർത്തണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോയ സമയത്ത് മദീനയിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട പണ്ഡിതന്റെ ഒരു ദർസിൽ പോയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ ക്ലാസ് എന്തായിരുന്നറിയോ, ഈ പെരുന്നാൾ നിസ്കാരങ്ങളിലും അതുപോലെ തന്നെ ഖബറിന്റെ സമീപത്തും പഠിപ്പിക്കപ്പെട്ട തക്ബീറുകളും തസ്ബീത്തും ഒക്കെ ഒരാൾ ചൊല്ലി മറ്റുള്ളവർ ചെല്ലുന്ന രീതി ബിദഅത്താണ്. പിന്നെ നമ്മൾ എങ്ങനെ ചൊല്ലേണ്ടത്? അത് കേട്ടോളി. എങ്ങനെ ചൊല്ലണ്ടേ? നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരാൾ ചൊല്ലി കൊടുക്കണ്ടെന്ന്, അതല്ല രീതി.
കേട്ടോ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിൽ സമൂഹത്തെ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണം. എന്താ അറിയോ? നാട്ടിലൊരു വഹാബി മരിച്ചു കഴിഞ്ഞാൽ ഈ നിലമ്പൂർ കാട്ടിൽ നിന്ന് തേക്ക് ഇട്ടുകൊണ്ടോ പോലെ മയ്യത്തോണ്ട് പോകാന്നാണ് ഒരു ഉസ്താദ് പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല അല്ലേ. മുജാഹിദിന്റെ വീട്ടിലൊരു ഹാജിയാര് മരിച്ചാലും കല്യാണി ചേച്ചിന്റെ വീട്ടിലൊരു പശു ചത്താലും സെയിം ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുൽ മുസ്തആൻ. എന്നാൽ അദ്ദേഹത്തിന്റെ വലിയ വാഗ്ധോരണിയിൽ അദ്ദേഹം പറഞ്ഞെന്താ, മുജാഹിദിന്റെ വീട്ടിൽ ഹാജിയാര് മരിച്ചാല് പഴയ ഫിയറ്റുകാരന്റെ ഡിക്കി പൊന്തിച്ചു കൊടുക്കണ പോലെ ഇങ്ങനെ ഒരാൾ പൊന്തിച്ചു കൊടുക്കണ്ടാവും. ഇവിടെങ്ങനെ വന്ന് നോക്കും, കാണ്ടാമൃഗത്തെ കണ്ടോല്ലേ മൃഗശാലയിൽ എന്നൊക്കെയാണ് അയാൾ പറയണത്. എന്നിട്ട് പറയും, ഓ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, എന്തൊരു പരോപകാരിയായിരുന്നു, സമൂഹത്തിന് നല്ല ഉപകാരമുള്ള മനുഷ്യനായിരുന്നു, പക്ഷെ വഹാബിയായി പോയി. കല്യാണി ചേച്ചിന്റെ ചത്ത് കിടക്കുന്ന പശുവിന്റെ മേത്ത് ചാക്കിട്ടിട്ടുണ്ടാവും. പശുവിനെ കണ്ടിട്ട് ആൾക്കാർ പറയും, എന്ത് 5 ലിറ്റർ പശു പാല് തന്നിരുന്ന പശുവാണ്, എന്ത് നല്ല പശുവായിരുന്നു, പക്ഷെ റബ്ബർ പാൽ കുടിച്ചു പോയി. ഇതെന്തിനാ വ്യാഖ്യാനിക്കണത്? ഒരു പശു ചത്താലും നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ഒരുപോലെയാണെന്ന് പറയാൻ ആരെയാണ് ഈ കളിയാക്കുന്നത്? ആരെയാണ് ഈ പരിഹസിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നടപ്പിലാക്കിയവരെ. ഇതൊന്നും നമുക്ക് കൊള്ളൂലട്ടോ. നമുക്ക് യേശുന്നേയില്ല. ആ പറയുന്നവന് പോലും പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സേ അപ്പോഴേ നമുക്കുള്ളൂ കേട്ടോ. അവിടെ സമൂഹം തിരിച്ചറിയണം ഈ ചതിയന്മാരുടെ വാക്കുകളെ. ഇത് കേൾക്കണോ? നിലമ്പൂർ കാട്ടുന്ന തേക്ക് കട്ടുകൊണ്ടുപോണ പോലെ മെല്ലെ കൊണ്ടുപോകണം, ഒന്നും പറയൂല. ഏത് സുന്നത്തിനെയാണ് കളിയാക്കിയത്? ഇമാം നവവിയെയാണ് കളിയാക്കിയത്. ശറഹ് മുസ്ലിം അദ്ദേഹത്തിന്റെ അൽ-അദ്കാറിനെയാണ് കളിയാക്കിയത്. ഹബീബായ പ്രവാചകന്റെ ലാ തത്തബിഉൽ ജനാസത ബിസ്സൗതി വലന്നാർ, ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ ശബ്ദത്തെ കൊണ്ടുപോകല്ല, തീയിനെയും കൊണ്ടുപോകല്ല. ഈ ഹദീസിനെ കളിയാക്കി നിലമ്പൂർ കാട്ടുന്ന കള്ളന്മാര് തേക്കിട്ടുണ്ടോന്നാലും എല്ലാം ഉണ്ടാകും. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്നായി പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുപോകുമ്പോൾ ചൊല്ലണം എന്ന് പറഞ്ഞ ലോകത്തുള്ള ഒരു അഹ്ലു സുന്നയുടെ പണ്ഡിതനെ കാണിച്ചു തരാൻ പറ്റില്ല. ഇമാം നവവി പറഞ്ഞെന്താ, മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ സുക്കൂത്തായിട്ട് പോകും, മിണ്ടാതെ പോകും. അതിലുള്ള ഹിക്മത്ത് ലാഹിറാണ്, പ്രകടമാണ്. എന്താ കാരണം? ആ കൊണ്ടുപോകുന്ന മയ്യത്ത് എൻ്റെ കൂടെ നടന്നവനാണ്, ഒരു വേള എൻ്റെ പിതാവാണ്, അല്ലെ എൻ്റെ മാതാവാണ്, അല്ലെ ഇന്നയാളാണ്. നാളെ ഞാനും ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെയുള്ള മയ്യത്ത് കട്ടയിൽ കടന്നു പോകേണ്ടവനാണ് എന്ന് ചിന്തിച്ചിട്ടാ പോലെ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കുറേ കാലമായിട്ട് നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ മയ്യത്തിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. പോലെ എന്തേലും മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ജനാസന്റെ പിന്നാലെ പോരുമ്പോ എന്താ വന്നേ എന്നൊക്കെ ചോദിച്ചാലടക്കം മിണ്ടാതെ പോകുന്നതാണ്. ഇതാണ് സുന്നത്ത്. പക്ഷെ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിറ്റ് ചെയ്തു. അതെന്തിനാണെന്ന് ഓലെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെന്നെ പറഞ്ഞെന്താ, നാട്ടൊർത്താനം പറയുമ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ഫിറ്റ് ചെയ്തു. ദീൻ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടപ്പെട്ടത് ഫിറ്റ് ചെയ്യാനല്ല ദീൻ. പിന്നെയോ, ദീൻ എന്ന് പറഞ്ഞത് ഷാർപ്പാണ്, അത് പൂർത്തിയായി. ഇനി ആരെങ്കിലും മതത്തിലേക്ക് വല്ല കർമ്മങ്ങളും കൊണ്ടുവന്നാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ മറുപുറം പറഞ്ഞു, നമുക്ക് അതിൽ ഉപകാരപ്പെടുന്ന കാര്യം എന്താണ്? ഹൃദയം ദുനിയാവിലേക്ക് ചുരുങ്ങുമ്പോൾ, ഗഫലത്തിലേക്ക് വല്ലാതെ അതിനെ മൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഖബർ സിയാറത്തുകൾ ചെയ്ത് മനസ്സിനെ ലോലമാക്കാൻ ശ്രമിക്കുക, ദീനി വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുക, ഈമാനിന്റെ മൂർച്ച കൂട്ടുക. സാന്ദർഭികമായി ഈ മിമ്പറിൽ നിന്ന് തന്നെ പറയണമെന്ന് തോന്നുന്ന ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ ഉണർത്തുകയാണ്. ചില ആളുകൾക്ക് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഗൗരവം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മിമ്പറമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഈ ഇസ്ലാമിക രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മദ്രസ അധ്യാപകർ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഖുർആനും പ്രവാചകന്റെ സുന്നത്തും നിസ്കാരവും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ്. ഒരു വേള അവർ കഠിനാധ്വാനികളാണ്. അതിൽ അനുഭവിക്കുന്ന ഒരാളായിരുന്നു ഞാനും എന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് വർഷങ്ങളോളം. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് വീടില്ലാത്ത ആളുകൾ നമ്മുടെ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന, കേരളത്തിൻ്റെ പല മദ്രസകളിൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് വീടുകളില്ല. വിവാഹം കഴിയാത്ത സഹോദരിമാരുടെ സാമ്പത്തിക ലെവലില്ലാത്തതുകൊണ്ട് പട്ടിണി പാവങ്ങളുണ്ട്, രോഗികളുണ്ട്, വീട്ടിൽ പല ആളുകൾ അശരണരുണ്ട്. അവർക്കൊക്കെ താങ്ങാകാനും തങ്ങളുടെ തണലാകാനും വേണ്ടിയൊക്കെ ഈ രംഗത്ത് അധ്വാനിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കേരളത്തിലുടനീളം ഈ മഹാനന്മയുടെ മുന്നിൽ നടക്കുന്ന മദ്രസ ടീച്ചർമാർക്കും അധ്യാപകർക്കും വേണ്ടിയുള്ള ഒരു കളക്ഷൻ പുറത്തുനിന്ന് സമഗ്രമായി നടക്കേണ്ട തൂണും അതിൻ്റെ ഒരു സ്കാനർ ഒട്ടിച്ചിട്ടുണ്ട്. സഹോദരിമാരുടെ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മിമ്പറുകളിലും
ഈ അനൗൺസ്മെന്റ് പോകണമെന്ന് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രയാസപ്പെടുന്നവരെ സഹായിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കുമെന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലെ ആ പോയിന്റ് നിങ്ങൾ ഓർത്തുകൊണ്ട് ആ രംഗത്തേക്ക് കഴിവിൻ്റെ പരമാവധി, ഇനിയിപ്പോൾ നിങ്ങൾ ഇന്ന് പള്ളിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായം, ആ രംഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോക്കറ്റിലുള്ള പൈസ, പോക്കറ്റിൽ വലിയ എമൗണ്ട് ഒന്നും ഇട്ട് നടക്കില്ല, ആ ഗൂഗിൾ പേ സംവിധാനങ്ങൾ വഴി എന്ത് ചെയ്യുക, നമ്മളെ കനുള്ളൊരു സംഖ്യ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. അതപ്പോൾ എല്ലാ അധ്യാപകർക്കും ഉള്ളതൊന്നല്ല, പ്രയാസം അനുഭവിക്കുന്ന 10,000-കണക്കിന് അധ്യാപകരുടെ ക്ഷേമനിധി എന്നാണ് അതിൻ്റെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ രംഗത്തേക്ക് നിങ്ങൾ അതിനുവേണ്ടി സഹകരിക്കണമെന്ന്, അള്ളാഹിൻ്റെ മാർഗത്തിലേക്കുള്ളതാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള സമ്പത്തിൽ ബറക്കത്ത് കിട്ടുമെന്നുള്ള സംശയമല്ല, ഒരു ഡൗട്ടും വേണ്ടതില്ല. കാരണം അള്ളാഹു റസൂൽ പഠിപ്പിച്ചൊരു സുന്നത്താണ് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു ചിന്തയോടുകൂടി തന്നെ നൽകാൻ ശ്രമിക്കണമെന്ന് ഈ ഖുതുബയുടെ അവസാനത്തിൽ ഞാൻ ചേർത്ത് വെക്കുകയാണ്. നമ്മളൊന്ന് കേട്ട കാര്യങ്ങൾ എന്താണോ, മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണോ, അത് ജീവിതത്തിൽ പകർത്താനുള്ള ഈമാൻ ഉപരിയുള്ള രക്ഷിതാവ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം അതിശക്തമായ മഴ കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ അവധിയാണ്. കാരണം വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ മഴ വർഷിച്ചു കഴിഞ്ഞാൽ അപകട സാധ്യതകൾ കൂടുതലാണ്. ഈ കാലവർഷം അപകടങ്ങളൊന്നുമില്ലാതെ നമുക്ക് അടുത്ത 6 മാസത്തേക്കുള്ള വെള്ളവും അനുഗ്രഹങ്ങളുമാകുന്ന രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ വിട പറഞ്ഞു പോകാനുള്ള ഒരവസ്ഥയിൽ കാലാവസ്ഥ മാറാൻ സുജൂദുകളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണം. കാലാവസ്ഥ കെടുതിയിൽ നിന്ന് അല്ലാഹു നമ്മുടെ നാടിനെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിലെ ചൂരൽമല ഇപ്പോഴും മായാതെ ഉണങ്ങാത്ത മുറിവായി നമ്മുടെ ഹൃദയങ്ങളിൽ അത് കിടപ്പുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരന്തങ്ങളിൽ നിന്ന് പ്രാവശ്യത്തെ നമ്മുടെ നാടിനെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ഈ പവിത്രമായ മിമ്പറിൽ രോഗികളായ ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകളെയും ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ആരൊക്കെ ശാരീരികമായ വിഷമതകൾ അനുഭവിക്കുന്ന രോഗികളുണ്ടോ അവർക്കെല്ലാം ഷാഫിയായ നാഥൻ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ, അടുത്ത കാലത്തുമായി വിദൂരകാലത്തുമായി ഒക്കെ മരണപ്പെട്ടു പോയ കുറേ ആളുകളുണ്ട്. അതിൽ നമ്മൾക്ക് ദീന് പകർന്നു നൽകിയ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, നമ്മൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുണ്ട്, നമുക്ക് താങ്ങും കടലുമായി നിന്ന കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ പല ആളുകളുമുണ്ട്, നമ്മുടെ കൂടെ നടന്നവരുണ്ട്. പല ആളുകളും ആറടി മണ്ണിൽ അമർന്നു കഴിഞ്ഞു. അല്ലാഹു അവരുടെ എല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം പേഴ്സണലായിട്ടും അല്ലാതെയും ഒക്കെ പറയുന്ന കാര്യമാണ്, ഉസ്താദ് മാനസികമായി ഒരുപാട് വിഷമത്തിലാണ്, ടെൻഷനിലാണ്. എന്താണ് പ്രത്യേകിച്ച് കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. അങ്ങനെ ഒരുപാട് വിഷമതകൾ പോയി നടക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും മനസ്സിൽ സന്തോഷവും അതുപോലെ തന്നെ സൗഭാഗ്യവും അതുപോലെ തന്നെ നിർഭയത്വവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ എല്ലാ രംഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ച് ജീവിക്കുന്ന, അങ്ങനെ സന്തോഷത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വിട പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവട രംഗങ്ങളിൽ, ബിസിനസ് രംഗങ്ങളിൽ, ജോലി രംഗങ്ങളിൽ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാത്തവരും നമ്മുടെ ജോലി രംഗത്തും അതിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തിലുമൊക്കെ അല്ലാഹു ഖൈറും ബറക്കാത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടക്കണിയിൽ കുടുങ്ങി അതിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ട കുറേ ആളുകൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് കരകയറാനുള്ള വഴികൾ അല്ലാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക കെടുതിയിൽ നിന്നും അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകം ഒരുപാട് ഫിത്നയിലൂടെയാണ് കടന്നു പോകുന്നത്. മതനിരാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വ്യഭിചാരങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ ലഹരിയുടെ ലോകം മറ്റൊരു ഭാഗത്തുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മുടെ കുടുംബവുമൊക്കെ ഈ ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിശാചിൻ്റെ പണിയാണെങ്കിൽ അവൻ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈമാനികമായി മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ നമ്മുടെ മക്കൾ മതനിരാസത്തിലേക്ക് എത്തിപ്പെട്ടു, ലഹരിയിൽ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ സമൂഹത്തെ അല്ലാഹു എല്ലാ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.